മീഡിയയുടെ കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപന ശതാബ്ദി ആഘോഷം 25-ന്. സഭയുടെ മിഷണറി ദൗത്യത്തിൽ പങ്കുചേർന്ന് പ്രവർത്തിക്കണം മാർപ്പാപ്പ. വിശുദ്ധ ഹെൻറി ന്യൂമാൻ കത്തോലിക്ക വിദ്യാഭ്യാസ മേഖലയുടെ സഹമധ്യസ്ഥൻ. പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപിച്ചു. അക്രൈസ്തവ സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അവഗണിക്കുന്നവരെ തിരഞ്ഞെടുപ്പിൽ സമുദായവും അവഗണിക്കും മാർ റാഫേൽ തട്ടിൽ. വാർത്തകൾ വിശദമായി. കൊച്ചു ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപന ശതാബ്ദി ആഘോഷം ഒക്ടോബർ 25-ന്. മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഈ മാസം 25-ന് നടക്കും. കർമ്മലീത്ത ഇന്റർ പ്രൊവിൻഷ്യൽ കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3-ന് എറണാകുളം സെന്റ് തെരേസസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയോടെ തുടക്കമാകും. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികനായിരിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. സഭയുടെ മിഷണറി ദൗത്യത്തിൽ പങ്കുചേർന്ന് പ്രവർത്തിക്കണം മാർപ്പാപ്പ. സഭയുടെ മിഷണറി ദൗത്യത്തിൽ എല്ലാവരും പങ്കുചേർന്ന് പ്രവർത്തിക്കണമെന്നും ജീവിതം കൊണ്ട് എല്ലാവരും സുവിശേഷത്തിന്റെ മിഷണറിമാരാകണമെന്നും ലിയോ 14 മാർപ്പാപ്പ. സഭയുടെ നിയോഗത്തോട് ചേർന്ന് സജീവ പ്രവർത്തനങ്ങൾ നവീകരിക്കാനാണ് മിഷണറി ദൗത്യം പ്രത്യേകമായി അനുസ്മരിപ്പിക്കുന്ന ഒക്ടോബർ മാസം ആഹ്വാനം ചെയ്യുന്നത്. സുവിശേഷത്തിന്റെ മിഷണറിമാരാകാൻ കുടുംബജീവിതത്തിന്റെ സാധ്യതകളും യുവത്വത്തിന്റെ ശക്തിയും പ്രാർത്ഥനയും ഉപയോഗിക്കണം മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ ഹെൻറി ന്യൂമാൻ ക്രൈസ്തവ വിദ്യാഭ്യാസ മേഖലയുടെ സഹമധ്യസ്ഥൻ. വിശുദ്ധ ഹെൻറി ന്യൂമാൻ ക്രൈസ്തവ വിദ്യാഭ്യാസ മേഖലയുടെ സഹമധ്യസ്ഥൻ. ലിയോ 14 പാപ്പയാണ് ഇതിനോടനുബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. വിശുദ്ധ തോമസ് അക്വിനാസിനെയാണ് നിലവിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ മേഖലയുടെ മധ്യസ്ഥനായി സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനു പുറമെയാണ് ഇപ്പോൾ ഹെൻറി ന്യൂമാനെ ക്രൈസ്തവ വിദ്യാഭ്യാസ മേഖലയുടെ സഹമധ്യസ്ഥനായി പ്രഖ്യാപിക്കുന്നത്. ഒക്ടോബർ 27 മുതൽ നവംബർ 1 വരെ വത്തിക്കാനിൽ നടക്കുന്ന വിദ്യാഭ്യാസ ജൂബിലിയോടനുബന്ധിച്ച് ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കും. വിശുദ്ധ ഹെൻറി ന്യൂമാനെ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമായ നവംബർ 1-ന് കത്തോലിക്ക സഭയിലെ 38ാമത്തെ ഡോക്ടർ ഓഫ് ദി ചർച്ചായി പ്രഖ്യാപിക്കും. പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപിച്ചു. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായിരുന്നു. ജൂബിലി സമാപന സമ്മേളന ഉദ്ഘാടനത്തിന് ശേഷം ജൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന പുതിയ ബ്ലോക്കിന്റെ ശിലാഫലകം രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്തു. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് രാഷ്ട്രപതിക്ക് ഉപഹാരം സമ്മാനിച്ചു. പ്രത്യേകം ക്ഷണം ലഭിച്ച 800 വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ക്രൈസ്തവ സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അവഗണിക്കുന്നവരെ തിരഞ്ഞെടുപ്പിൽ സമുദായവും അവഗണിക്കും മാർ റാഫേൽ തട്ടിൽ. ക്രൈസ്തവ സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അവഗണിക്കുന്നവരെ തിരഞ്ഞെടുപ്പുകളിൽ സമുദായവും അവഗണിക്കുമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യത്തോടെ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര പാലായിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ. പാലാ രൂപത പ്രസിഡന്റ് ഇമ്മാനുവൽ നിതീരി അധ്യക്ഷത വഹിച്ചു. പാലാ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേതാനത്ത്, രൂപത ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ, ഫാദർ ഫിലിപ്പ് കവിയിൽ, ഫാദർ ജോസ് കാക്കലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത ചൊവ്വാഴ്ച നമുക്ക് വീണ്ടും കാണാം, കേൾക്കാം. നന്ദി.